ആദ്യം കിഡ്നിക്ക് ക്യാൻസർ, ഒരു കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞു. രണ്ടാമത് കരളിന് ക്യാൻസർ. 10ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി മരിക്കുമ്പോൾ ആ അപ്പനും അമ്മയും ആശുപത്രികൾ മുഴുവൻ കയറി നടന്ന് നരകിച്ച് അവരനുഭവിച്ച യാതനകൾക്ക് കണക്കില്ലെന്നാ പറഞ്ഞത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവര്, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേർന്നാൽ ജീവൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞത് കേട്ടോ. കാരണം എന്റെ ഇടവകയിൽ തന്നെ എന്റെ അറിവിൽ ഒരു 10ഓളം ദമ്പതികൾ എന്റെ അയൽവക്കത്ത് ഉൾപ്പെടെ 20, 30, 40 ഒക്കെ വർഷമായിട്ട് കല്യാണം കഴിച്ചത് മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഒന്നിച്ചപ്പോഴൊക്കെ മക്കളുണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അമേരിക്കൻ സയന്റിസ്റ്റുകൾ പഠനം നടത്തി. ഈ ഭാര്യയും ഭർത്താവും ഒന്ന് യോജിച്ചതിന് ശേഷം എപ്പോഴാണ് ആ ഭാര്യയുടെ ഉദരത്തിൽ ജീവൻ കടന്നു വരുന്നത്? 5 ദിവസത്തിനുള്ളിലാണെന്ന് അവർ കണ്ടെത്തി. പക്ഷേ അത് ഏത് നിമിഷത്തിലാണെന്ന് കണ്ടെത്താനായിട്ട് അവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചാൽ ഒന്നും കുഞ്ഞുങ്ങളുണ്ടായില്ല. അവരുടെ അണ്ടവും ബീജവും യോജിച്ച് അവിടെ ഒരു ജീവൻ ഉണ്ടാകണമെങ്കിൽ അതൊരു ജീവനായി മാറണമെങ്കിൽ അവിടെ 3ാമത്തെ ദൈവമാകുന്ന ആ ത്രിത്വത്തിന്റെ ആ ശക്തി അവിടെ പ്രാപിക്കണം. ശക്തി അവിടെ നിറയണം. ആ ത്രിത്വത്തിന്റെ, ആ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകണം. മനസ്സിലായോ? ആ ദൈവം കടന്നു വന്ന് അവിടുന്ന് ദാനമായി നൽകുന്ന ആ ജീവൻ തന്റെ കൈകൊണ്ട്, തന്റെ വാഗൊണ്ട് ഊതി അവിടെ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ജീവൻ രൂപപ്പെടുന്നത്. തിരുവചനത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആദത്തെ മണ്ണുകൊണ്ട് നനഞ്ഞിട്ട് അവന്റെ മൂക്കില് ദൈവം ഊതി അവന് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അവര് സ്നേഹത്തിന്റെ പുറതയിൽ ഒന്നിക്കുമ്പോൾ അവിടെ ദൈവം ചെയ്യുന്ന ഒരു ഊത്തുണ്ട്. മനസ്സിലായോ? അതല്ലാതെ ഒരു ഒരുക്കമില്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ സംഭവിച്ചിട്ട് ഒരു ചൈതന്യമില്ലാത്ത, ഒരു ദൈവകൃപയില്ലാത്ത, ഒരു നാടിന്, സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ശാപമായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ഈ സമൂഹത്തോടും രാജ്യത്തോടും ചെയ്യുന്നത് ഒരു മഹാദ്രോഹം. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ പെൺവാണിഭം നടത്തുന്നവന്മാരും കഞ്ചാവും കള്ളും വിൽക്കുന്നവന്മാരും മയക്കുമരുന്ന് നടത്തുന്നവന്മാരും രാഷ്ട്രീയ ഗുണ്ടകളായിട്ട് നടക്കുന്നവന്മാരൊക്കെ ഇതുപോലെ ഒരു അപ്പനും അമ്മയും ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അവര് വചനം പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായം 139-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുക: അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം മെനഞ്ഞ് രൂപപ്പെടുത്തി വിശുദ്ധനായിട്ട് കൊണ്ടുവരേണ്ട ഒരു കുഞ്ഞിന് പകരം സാത്താൻ മെനയാനായിട്ട് തന്റെ ശരീരത്തെ, തന്റെ ഉദരത്തെ വിട്ടുകൊടുത്തു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള സന്തതികൾ ലോകത്തിലുണ്ടാകുന്നത്.